physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. In a car, lift compressed air exerts a force F1 on a small piston having a radius of 5 cm. So, ഇവിടെ radius 1, R1 എന്ന് പറയുന്നത് 5 cm ആണ്, which is equal to 5 into 10 to the power minus 2 meter ആണ്. Okay, unit convert ചെയ്യണം. Then this pressure is transmitted to the second piston of radius 10 cm. So, R2 will be 10 cm, which is equal to 10 into 10 to the power minus 2 meter. Again, നമ്മൾ unit convert ചെയ്യണം. If the mass of the car to be lifted by the second piston, okay, appo mass namakku thannittund, that is 1350 kilogram, and calculate F1. Okay, so ഇവിടെ നമുക്ക് g തന്നിട്ടുണ്ട് 10 meter per second square ആണ്. സോ നമുക്ക് ഇവിടെ ഫോഴ്സ് F2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? F2 ന് നമുക്കറിയാം mg ആണ്. സോ m ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു g നമുക്ക് 10 meter per second square എന്ന് എടുക്കാം. സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, നമുക്കൊരു വാല്യൂ കിട്ടും 13500 നമുക്ക് കിട്ടും. ഓക്കെ, ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എന്ത് ചെയ്യുമ്പോഴും യൂണിറ്റ് ഇടാനായിട്ട് മറക്കരുത്. പാസ്കൽസ് ലോ അനുസരിച്ചിട്ട് നമുക്കറിയാം F1 by F2. Okay, F1 by F2, which is equal to A1 by A2. Okay, Pascal's law അനുസരിച്ചിട്ട് നമുക്കറിയാം. ഇനി ഇതില് നമുക്ക് F1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A1 by A2 F2 ചെയ്യണം. F2 നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, F2 ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് R1 അറിയാം, R2 അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് പൈ R1 സ്ക്വയർ ആൻഡ് പൈ R2 സ്ക്വയർ. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പൈ ഇൻറ്റു R1 സ്ക്വയർ. R1 എത്രയാണ് വരുന്നത്? ദാറ്റ് ഇസ് 5 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R2 വരുന്നത് ദാറ്റ് ഇസ് 10 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു F2 ന്റെ വാല്യൂ എത്ര വരുന്നത്? That is 13500 ന്യൂട്ടൺ എന്നും വരും. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? F1 എന്ന് പറയുന്നത് 3375 ന്യൂട്ടൺ. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 3375 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഈസി ആണല്ലോ. ഇവിടെ ആകെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ലോ എന്താണെന്ന് അറിയണം. ഇതറിയണം നമുക്ക്. F1 by F2 which is equal to A1 by A2 ആണെന്ന് അറിയണം. ഓക്കെ, ദെൻ നമുക്ക് അതിൽ നിന്ന് F1 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും വരുന്ന വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച്.